പത്തനംതിട്ട പോക്സോ കേസിൽ 3 പ്രതികൾ കൂടി കസ്റ്റഡിയിൽ. പമ്പയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. ഇതുവരെ 20 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. പിടിയിലായ പ്രതികളെ അന്വേഷണ സംഘം തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. നന്ദുഷ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. നന്ദുഷ, ഒന്നും രണ്ടുമല്ല 60-ലധികം പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 20 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് കരുതാമോ? കൂടുതൽ ആളുകളെ ലൊക്കേറ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും അമൃത, ഏതാണ്ട് 3 ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് 23 പ്രതികളെ ഇതിനോടകം പോലീസ് പിടികൂടിയിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഏതാണ്ട് 15ഓളം പേര് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ബാക്കിയുള്ളവരാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്നത്. അവരുടെ അറസ്റ്റ് നടപടികളും റിമാൻഡ് നടപടികളും ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഇന്നലെ രാത്രി 3 പേരെ പമ്പയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിലൊരാൾ പമ്പയിലെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലെ ജീവനക്കാരനാണ്. അയാൾ ഉൾപ്പെടെയാണ് ഇന്നലെ പമ്പയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏതായാലും ഇന്നും കൂടുതൽ പ്രതികളെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ജില്ലയ്ക്കുള്ളിലുള്ളവരെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. കൂടുതൽ പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും. പെൺകുട്ടിയുടെ അച്ഛന്റെ ഫോണിൽ കോൺടാക്ട് നമ്പർ സേവ് ചെയ്ത് സൂക്ഷിച്ച് പെൺകുട്ടി പ്രതിപട്ടികയിലുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന തരത്തിലുള്ള ഒരു മൊഴി പുറത്തു വന്നിരുന്നു. പെൺകുട്ടിയുടേതായിട്ടുള്ള മൊഴി പുറത്തു വന്നിരുന്നു. ആ 42 പേരെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിൽ 23 പേരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്തതും. ഇതിൽ ആദ്യം കസ്റ്റഡിയിലെടുത്ത 5 പേരിൽ ഒരാളായ സുബിനാണ് പെൺകുട്ടിയെ ആദ്യമായി പീഡിപ്പിച്ചതെന്നും ഇത് പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമായിരുന്നു. ഇനിയിപ്പോൾ പോലീസ് നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ജില്ലയുടെ പല ഭാഗത്തായി അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതിനായി പോയിട്ടുണ്ട്. ഉച്ചയോടെ ഇനിയും കുറച്ചധികം പ്രതികളുമായി പോലീസ് അന്വേഷണ സംഘം മടങ്ങിയെത്തുമെന്നാണ് നമ്മളിപ്പോൾ അറിയുന്നത്. ഏതായാലും ജില്ലയ്ക്ക് പുറത്തേക്കുള്ള പ്രതികളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനമാണ് നിലവിലെടുത്തിരിക്കുന്നത്. ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനുകൾ കേസിൽ ഇടപെട്ടതോടെ ഇതിന്റെ ഒരു ഗൗരവ സ്വഭാവം അതിന്റെ പൂർണ്ണതയിൽ എത്തുകയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും നേതൃത്വം നൽകിയിരുന്ന അന്വേഷണ സംഘത്തിന് നിലവിൽ DIGയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ദക്ഷിണ മേഖല DIGയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അത്രയ്ക്ക് ഗൗരവമുള്ള ഒരു കേസ് ആയതിനാലാണ് ഇത്രയധികം ശ്രദ്ധയോടെ പോലീസ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അമൃത. നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.